അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് കിങ്ങിൻ്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ 9 മനാത്താണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കിട്ടി നമുക്ക്. ഇതിൻ്റെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 മണി തൊട്ടിട്ട് 6 മണി വരെ. അങ്ങനെ നമ്മൾ പാലസിലേക്ക് കയറിയിട്ടോ. ബാക്കിൽ കാണുന്നതാണ് ഈ ഗേറ്റ്. പാലസിലേക്കുള്ള എൻട്രിയാണ്. ടിക്കറ്റ് ഇവിടുന്ന് സ്കാൻ ചെയ്തിട്ട് വേണം കയറാൻ. ഒരു രക്ഷയില്ല പാലസിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. ഒരു ഗൈഡ് നമ്മളെ കൂടെ വന്നിട്ടാണ് ഇതൊക്കെ കാണിച്ചു തരാം. അതുകൊണ്ട് ഫോട്ടോസ് ഇല്ല. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് കണ്ടില്ലേ, ഈ കളർ ഗ്ലാസ് ഇതേമാതിരിയാണ് എല്ലാ റൂമിൻ്റെയും വിൻഡോസിലുള്ളത്. പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെയിൻ്റൊക്കെ എപ്പോഴും അതേ കളറിൽ തന്നെ നിൽക്കുന്നുണ്ട്. നന്നായിട്ട് ആർട്ട് വർക്ക് ചെയ്ത ആളുകളാണ്. രാജാവിൻ്റെ ഓഫീസാണ് ശരിക്കും ഇത്. അപ്പോൾ കുഴപ്പമില്ല, വലിയ പൈസയൊന്നും കൊടുക്കത്തില്ലല്ലോ. ഈ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയത് 19-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. 2012 ഇത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പഴമ നിലനിർത്തി റീകൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഷെക്കി പാലസിനോട് ചേർന്ന് തന്നെയുള്ള ഒരു കെട്ടിടമാണ് കേട്ടോ ഇത്. ഇതാണിപ്പോൾ പുനർനിർമ്മിച്ചെന്ന് പറയുന്നത്. ഇതൊരു കരകൗശല നിർമ്മാണശാലയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ എല്ലാം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളുണ്ട്. അതിൻ്റെ സെയിൽസും ഒക്കെ അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം. ഇവിടെ ഇതൊരാൾ നാച്ചുറൽ കളർ എന്ന് പറയുന്നത് ഒരു പോട്ടിന് പെയിൻറ്റ് കൊടുക്കുന്നത് കാണാം നമുക്ക്. കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ ഒരു വർക്ക്ഷോപ്പാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണാം നമുക്ക്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഇതാ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഉണ്ട്. പ്ലേറ്റ്, കപ്പ്, അങ്ങനെയുള്ള സുവനീർ സാധനങ്ങളൊക്കെ കുറേ കാണാം. അതൊക്കെ അത്യാവശ്യം ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടായിരിക്കും നല്ല അത്യാവശ്യം വിലയുള്ള സാധനങ്ങളാണ് കേട്ടോ. പക്ഷേ അതിന് ക്വാളിറ്റി നല്ല ക്വാളിറ്റി സാധനങ്ങളാവാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടില്ല അതേമാതിരി ഒരു സാധനം. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു ബിൽഡിങ്ങിൻ്റെ മാതിരിയുള്ള അതിൻ്റെ ഒരു ബോൺസായി ബിൽഡിങ്ങാണ് കാണിച്ചിരിക്കുന്നത്. അതവിടെ അവർ നിർമ്മിച്ചതായിരിക്കണം. ആ വർക്ക്ഷോപ്പിൻ്റെ അകത്താണ് ഈ സാധനം കാണുന്നത്. ഇത് ഇവിടുത്തെ റൗണ്ട് ടെമ്പിളാണ് കേട്ടോ. ഒക്കെ കരിങ്കല്ലിലാണ് ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ. ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇതിലെങ്ങനെ സൈഡിൽ കൂടി പോകാൻ പോകും. ആ ഷെക്കി പാലസിനോടനുബന്ധിച്ച് തന്നെ നല്ലൊരു സുവനീർ ഷോപ്പ്. അതും ഈ കരകൗശലം നേരത്തെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തിന്ന് കൊണ്ടുവെക്കുന്നതാണോ എന്നറിയില്ല. പക്ഷെ അതല്ല, വേറെ കുറേ സാധനങ്ങൾ ഇവിടെ കാണാം നമുക്ക്. നല്ല റേറ്റും ഉണ്ട്. ഇവിടെ കണ്ടില്ലേ നമ്മൾ ആ പാലസ് കണ്ടിരിക്കുന്ന വിൻഡോ ഒക്കെ ഏകദേശം ഇതേമാതിരിയാണ് കേട്ടോ. ചെറിയ ചെറിയ പീസുകൾ ജോയിൻ ചെയ്തുകൊണ്ടുള്ള സാധനമാണ്. എത്ര പെട്ടെന്നാണ് ചെയ്യുന്നത് നോക്കിയാൽ. അടിപൊളി കേട്ടോ. ഇത് മൊത്തം ഇതേമാതിരി ചെറിയ ചെറിയ പീസുകളാവും കേട്ടോ. പിന്നെ അത് നമ്മൾ ആറന്മുള കണ്ണാടി പോലെയുള്ള ഒരു കണ്ണാടി ഉണ്ട് ഇവിടെ. എനിക്കിത് കണ്ടപ്പോൾ ആറന്മുള കണ്ണാടിയാണ് ഓർമ്മ വന്നത്. നല്ല ഫിനിഷ്ഡ് സാധനം, നല്ല ക്വാളിറ്റി ഉള്ള. പിന്നെ ഇതേ സാധാരണയുള്ള നമ്മളെ മാഗ്നറ്റ് അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം ആ ഷെക്കി പാലസിനോട് ചേർന്നിട്ട് തന്നെ ഉണ്ട്. പിന്നെ താഴേക്ക് ഇറങ്ങിയാൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ കോട്ട പോലെ, അല്ലെങ്കിൽ നമ്മളെ പഴയ സ്കൂളുകൾക്കൊക്കെ മാറിയില്ലേ, ജയിൽ മാതിരിയൊക്കെ കാണുന്ന ഒരു സ്ഥലം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇതൊരു ഹോട്ടലാണ്. ഇതിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ ആളുകൾ താമസിക്കുന്നുണ്ട്. താഴെയൊന്നും അങ്ങനെ താമസക്കാരെയൊന്നും കാണുന്നില്ല. എന്നാലും നല്ലൊരു രസമുള്ളൊരു ഹോട്ടൽ കേട്ടോ. സൂപ്പർ. ഇപ്പം മണി ഇവിടെ 1 മണിയായി. നാട്ടിൽ 2:30 ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ലഞ്ച് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല ഫുഡുണ്ട്. ഈ ഒരു ലൈനിൽ മൊത്തം ഫുഡിൻ്റെ സ്ഥലങ്ങളുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഉണ്ട്. പിന്നെ മാർക്കറ്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ മുകളിൽ അപ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ. ആൾ താമസക്കാരാണ്. താഴെ ഫ്ലോറിൽ മൊത്തം ഇതേമാതിരിയുള്ള കൊമേഴ്ഷ്യൽ സ്പേസുകളാണ്. അപ്പം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു, കലാബിസ്ഥാൻ. അപ്പോൾ അതിൻ്റെ അകത്തേക്കാണ്. ഇത് ഡ്രൈവർക്കൊക്കെ നേരത്തെ പരിചയമുള്ളതായിരിക്കും. അവർ ടൂറിസ്റ്റ് വണ്ടിയായിട്ട് നടക്കണമല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമായിരിക്കും. അതുകൊണ്ട് പുള്ളിക്ക് വലിയ സ്ഥലം കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല.
പക്ഷേ ഒരു മേൽക്കൂരയ്ക്ക് താഴെയുള്ള ഒരു ഡൈനിങ് സ്പേസോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കുറേ മരത്തിൻ്റെ ചുവട്ടിലുള്ള ഷെഡുകൾ, കുറേ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല നന്നായിട്ടുള്ള ഗാർഡൻ മാതിരിയുള്ള ഒരു പാർക്കിൽ പോയൊരു പ്രതീതി. അങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പം നമുക്കിനി ഒരു സീറ്റ് കണ്ടുപിടിക്കണമല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു കോർണർ നോക്കാമെന്ന് വെച്ചാൽ അവിടെ ആ റെഡ് ഷീറ്റിൽ സുവിത്തും ബിബിയും പോയി സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ സപ്ലയർ വന്നിട്ടുണ്ട്. ഈ മെനുവിൽ നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. കുറേ ചിത്രം നോക്കിയാൽ പോലും അതെന്താണ് മീറ്റ് എന്നും കൂടി മനസ്സിലാവില്ല. പിന്നെ നമുക്ക് ആകെ അറിയണ ഒരു സാധനം ഇതിൽ കണ്ടത് ഫ്രഞ്ച് ഫ്രൈസാണ്. പിന്നെ ഡ്രൈവറുടെ സഹായത്തോടെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഓർഡർ ചെയ്ത്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ പറയാം എന്തൊക്കെ വരും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സുവിത്തിനും എനിക്ക് ചിക്കൻ ഐറ്റം മാത്രം മതി. വിപിൻ ഇതേമാതിരി ഒരു ലാമ്പിൻ്റെ ഒരു സൂപ്പ്, അത് ബ്രെഡിലേക്ക് ഒഴിച്ച് കഴിക്കുന്ന അങ്ങനെയുള്ളൊരു സാധനമാണ് ഓർഡർ ചെയ്ത്. അതിനെന്തൊരു പ്രത്യേക പേരൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ എൻ്റെ അടുത്ത് മറന്നു. പിന്നെ ഇതാണ് കേട്ടോ ചിക്കൻ സാജ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഈ സൈഡിൽ കൂടി കാണുന്ന സാധനങ്ങളൊക്കെ ഉരുളക്കിഴങ്ങാണ്. സെൻറ്ററിലൊരു 4 പീസ് ചിക്കനും ഉണ്ട്. അതിങ്ങനെ ഒരു അടിയിലൊരു ഹീറ്ററൊക്കെ വെച്ചിട്ട് കൊണ്ടുതരുന്നതാണ്. ഒരു സ്റ്റൈലാക്കി കൊണ്ടുതരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, മറ്റവരൊക്കെ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ വലിയൊരു കസ്റ്റമർ ഇത് ഇന്ത്യൻസിനൊന്നും അത്ര ഒരു സൂട്ടബിൾ അല്ല കേട്ടോ ഹോട്ടല്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, എന്തൊക്കെയോ മസാലകളാണ്, പോലിൽ ഇല്ലാത്തൊരു സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നമ്മളിപ്പം ബില്ല് കൊടുത്തിരിക്കുന്നതിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നോക്കണം. നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ കൂടെ ഒരു ഉപ്പിലിട്ട ഒരു സാധനം കൊണ്ടു തന്നു. സാധാരണ ഫുഡിൻ്റെ കൂടെ ഉള്ളതെന്ന് കരുതും നമ്മൾ. പക്ഷേ അതിന് 5 മന്നത്താണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആകെ നമ്മളെ കക്കിരി പോലത്തെ ഒരു 4 കഷ്ണം സാധനത്തിന് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചില തട്ടിപ്പുകളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. നമ്മൾ ഓർഡർ ചെയ്ത സാധനം മാത്രമാണോ നോക്കണം. ഞാനെന്തായാലും ഈ ഹോട്ടൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഹോട്ടലിൻ്റെ ആ പേര് ഫോട്ടോ ഒന്നുകൂടി കാണിക്കാം. ഇതാണ് ആ സ്ഥാപനം കേട്ടോ, കലാബി സാൻ റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഷേക്കിയിലുള്ള ഒരു ബയോ ഗാർഡനാണ് ഈ കാണുന്നത്. അതിൻ്റെ എൻട്രൻസാണ് ഇത്, ബയോ ഗാർഡൻ. ഒരാൾക്ക് ഇവിടെ 10 മനാത്താണ് കേട്ടോ ചാർജ്. 10 മനാത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴിയിലൊന്നും ഫ്രൂട്ട്സ് കണ്ടില്ല. ഇനി ഉള്ളോട്ട് പോയിട്ടുണ്ടെങ്കിൽ പീക്കോക്കിനെ കാണാം. ഫ്രൂട്ട്സ് ആവശ്യത്തിന് വയറ് നിറച്ച് കഴിക്കാം, പറിച്ച് കഴിക്കാം ഫ്രഷ് ഫ്രൂട്ട്സ്. പിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു അരമണിക്കൂർ ചിലവാക്കി ഒരു 1/2 കിലോ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അങ്ങനെ പോകുമ്പോഴേക്ക് അല്ല ഗ്രേപ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പിളൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴിച്ച് പൈസ മുതലാക്കാം കേട്ടോ. പക്ഷെ ഇതിലൊന്നും ആളെയൊന്നും കാണില്ല. ഇതെന്താണെന്ന് അറിയില്ല എനിക്ക്. ഇതുണ്ടല്ലോ ഇവിടെയൊക്കെ കാലിയാണ് ശരിക്കും. പിന്നെ ക്യാഷ് വേണം എല്ലായിടത്തിലും. മനാത്ത് ആയിട്ട് ക്യാഷായിട്ട് തന്നെ വരണം. കാർഡൊന്നും ചിലയിടത്തിലും എടുക്കില്ല. ആദ്യം പറയും കാർഡ് എടുക്കില്ല പറയും. പക്ഷെ നമ്മൾ ക്യാഷ് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കാർഡിൻ്റെ ഇതൊക്കെ മെഷീനൊക്കെ ആയിട്ട് തരും. അപ്പോൾ അങ്ങനെയാണ്. ഇതാ ഇവിടെ പ്രാവുകളൊക്കെ കുറേ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാം. ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഏതായാലും നമ്മളടുത്ത് ക്യാഷ് ഒന്നുമില്ല. അപ്പം കാർഡ് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ ബയോ ഗാർഡൻ സന്ദർശനം വഴിമുട്ടി. നമുക്ക് കാർഡ് നമ്മൾ ക്യാഷൊക്കെ തീർന്നു. അപ്പോൾ ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ കാർഡിൻ്റെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, സംഗതി ശരിയാണ്, മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ബയോ ഗാർഡന് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ട് ഇവിടെ 10 മന്നത്തേ ഉള്ളൂ ചാർജ്. അപ്പോൾ അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ കുറേ നേരം ഇതിൽ കറങ്ങാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒക്കെ കറങ്ങാൻ ആവശ്യത്തിനുള്ള ഫ്രൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം. ഫ്രൂട്ടൊക്കെ ആയിട്ടുണ്ടാവും, ചില ഈ സമയത്തൊക്കെ ആയതുണ്ടാവും, അതൊക്കെ കഴിക്കാം. പുറത്തേക്ക് കൊണ്ടുപോകരുതെന്നേ ഉള്ളൂ, അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് എന്തായാലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. അപ്പോൾ ഇനി അതുകൂടി കണ്ടാൽ നമ്മൾ അന്നത്തെ യാത്ര തീരും.
നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോകും. ഇതിൽ നല്ല ബയോ ഗാർഡനാണ് ഹോട്ടലുള്ളത്. കാരണം അവിടെയുള്ള ആപ്പിളിൻ്റെ മുകളിലൊക്കെ ആപ്പിളും പിന്നെ ആ ചൈനീസ് ഫ്രൂട്ടില്ലേ നമ്മൾ ജോർജിയയിൽ നിന്ന് പറിച്ച് കഴിച്ചേ, അതൊക്കെ അവിടെ വേണ്ട മാതിരി ഉണ്ടായില്ല. സാൽ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് എത്തി നമുക്ക് ഇവിടെ കാർഡ് എടുക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി. ഇവിടെ 5 മന്നത്തേ ഉള്ളൂ കേട്ടോ. കയറുന്നിടത്തിലൊക്കെ നല്ല റൈഡൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ളതുണ്ട്. പക്ഷേ ഈ റൈഡൊക്കെ വെറുതെ കിടക്കുക എന്നുള്ളതാണ് രസം. ഒരു മനുഷ്യനിവിടെ കാണുന്നില്ല. ഇപ്പോൾ വാട്ടർഫാളിലേക്ക് വരുന്നവർക്ക് അത് മാത്രമല്ല കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. ഉണ്ടല്ലോ ഇവിടെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉള്ളതുണ്ട്. എന്തായാലും നമുക്ക് നടക്കാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ചെറിയ തണുപ്പുണ്ട്, പിന്നെ വലിയ വെയിലില്ല. വെയിലുണ്ടെങ്കിൽ തന്നെയും നല്ല മരങ്ങളെ നിറഞ്ഞെടുക്കുന്ന മരങ്ങളുള്ള ഒരു വഴി കൂടിയാണ് പോകേണ്ടത്. ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടം. ഇത് വലിയൊരു മലേൻ്റെ നടുക്ക് വെച്ചിട്ടാണ് ഈ വെള്ളച്ചാട്ടം ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വരുന്ന വഴി കണ്ട പുഴകളൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അവിടെ ഒന്നും വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന് ഫോഴ്സ് ഒന്നും ഇല്ലാത്തത്. ചെറിയൊരു വെള്ളച്ചാട്ടമായിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ നല്ല മഴക്കാലം അല്ലെങ്കിൽ ആ ഐസ് സമയത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവണം. ഈ വെള്ളച്ചാട്ടം വരുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഒരു തടാകം മാതിരി കിടക്കുന്ന ആ ഏരിയൻ്റെ സൈഡിലായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതും ക്ലോസ്ഡാണ്. കാരണം ആളൊന്നും ഇല്ലാണ്ട് റെസ്റ്റോറൻറ്റ് പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ വെള്ളത്തിലിങ്ങനെ താഴേക്ക് പോകും. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. നല്ലൊരു വൈബായി കിട്ടും ഇവിടെ. അല്ല ഒരു മീൻ ചാടി ഉണ്ടല്ലോ, ഇതിനകത്തൊക്കെ വലിയ ഐസ് മീനുണ്ട് കേട്ടോ. ഒരു മീൻ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ചാടി. ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇത്രയും പൈസകൾ മുടക്കിയിടണമെങ്കിൽ നല്ല ബിസിനസ് നടക്കുന്ന സ്ഥലം തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ ഒക്ടോബർ മാസം ഇവിടെ അത്ര സീസൺ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും സീസൺ വരുന്നത് ജനുവരി ഫെബ്രുവരി മാസമാകുമ്പോഴേക്കാണ്. ഐസൊക്കെ വരുന്ന സമയത്തേക്ക് നിറയെ ആളുകളുണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിലുള്ള ഈ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി, വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഏതോ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് മാത്രം ഇവിടെ തുറന്നിരിക്കുന്നുണ്ട്. അവിടുന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നത് കാണുന്നുണ്ട്. ബാക്കിയൊക്കെ അങ്ങനെ സീസൺ ടൈമിൽ ആക്റ്റീവ് ആകുന്ന സ്ഥലമായിരിക്കും. അല്ലാണ്ട് ഈ കാട്ടിലാരും ഇത്രയും പൈസ മുടക്കിയിടും. അപ്പുറത്ത് കുറേ റൈഡുകളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ എല്ലാം ചാലു ആവുന്നത് അവരുടെ സീസൺ ടൈമിലായിരിക്കും. നല്ല വെള്ളച്ചാട്ടം കേട്ടോ, നന്നായിട്ട് പതഞ്ഞ് ചാടുന്നത് കാണാം നമുക്ക്. പിന്നെ ഇതിൻ്റെ അകത്തുകൂടി കണ്ടില്ല ഇതേമാതിരിയുള്ള ചെറിയ പെഡൽ ബോട്ടിങ്ങുകളൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ ആരും നടത്തുന്നൊന്നും കാണുന്നില്ല. നടത്തുന്നത് നല്ല ഇവിടെ കാണാൻ തന്നെ വന്നത് വളരെ വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കേട്ടോ. നല്ല കാടാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ സിപ്പ് ലൈൻ്റെ ഉണ്ട്. സിപ്പ് ലൈനൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന. പിന്നെ ഇതാ ഇവിടേക്ക് നോക്കിയാൽ വേറെ വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പഴയമാതിരി മരത്തിന് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മാതിരിയുള്ള റെസ്റ്റോറൻറ്റ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ക്ലോസ്ഡാണ്. ഈ കുളം നിറയെ മത്സ്യങ്ങളാണ് കേട്ടോ. ഉള്ളോട്ട് നമ്മൾ കാണാത്തതാണ്. ഇത് കണ്ടില്ലേ, നല്ല വലിയ ഐസ് മത്സ്യങ്ങളൊക്കെയാണ് അതിൽ. ഞാൻ എൻ്റെ പോളറൈഡ് ഗ്ലാസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി എങ്ങനെ കാണുന്നുണ്ട്. നമ്മളെ ഗബാലയിലെ അവസാന ദിവസമായിരുന്നു. അപ്പം ഗബാലയിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. ഇനി നേരെ ബാക്കുവിലേക്കാണ്. അപ്പോൾ ഇന്നും നാളെ നമ്മൾ ബാക്കുവിലുണ്ട്. മറ്റന്നാൾ നമ്മൾ ബാക്കുവിൽ യാത്ര പറയും. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മളിനി കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ബിബിനും സ്വീറ്റും വരാനുണ്ട്. എൻ്റെ ബാഗൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വന്നു ഞാൻ. നമുക്കിവിടെ വേണമെങ്കിൽ ആപ്പിളൊക്കെ നമുക്ക് പറിച്ച് കഴിക്കാം കേട്ടോ. കഴിക്കുക കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. നിറച്ച് ആപ്പിളുണ്ട്.
ശരിക്കും ഈ ഗബാല ട്രിപ്പ് 2 ദിവസത്തേക്കൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരൊറ്റ ദിവസം കവർ ചെയ്യേണ്ടതേ ഉള്ളൂ. ഒരു ദിവസം രാവിലെ നേരത്തെ നമ്മൾ ബാക്കൊന്ന് പുറപ്പെട്ടാൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഗബാല കേബിൾ കാർ കയറാം. പിന്നെ നമ്മൾ റോളർ കോസ്റ്ററിൽ കയറിയില്ലേ, അത്രയൊക്കെ തന്നെ ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളൂ. ബാക്കി ഇന്നലെയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ഷെക്കി പാലസും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബാക്കുവിലേക്ക് തിരിച്ചു കിട്ടും. ബാക്കുവിലുള്ള ആ എന്താ പറയുക, ആ റോട്ടിലൂടെയൊക്കെ ഉള്ള യാത്രയാണ്. നമുക്കത് അവിസ്മരണീയമായ യാത്രയാണ്. ഇതൊക്കെ ശരിക്കും ഒരു മരുഭൂമിയിലൂടെയുള്ള യാത്ര രസമാട്ടോ. എനിക്കിത് ഓർമ്മ വരും, നമ്മൾ ഈജിപ്തിലൊക്കെ പോയാൽ ഇതേമാതിരി ഇഷ്ടംപോലെ മിക്കവാറും സ്ഥലങ്ങൾ ഇതേമാതിരി ആയിരിക്കും. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ കട്ടനൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ നമ്മളിപ്പോൾ ബാക്കു എത്തി. 3 മണിക്കൂർ റണ്ണിങ് ബാക്കുവിലുള്ള. ഇതിപ്പോൾ ഹോട്ടലിൽ റൂം എടുക്കാം. ഇന്ന് പാക്കേജ് പരിപാടികളൊന്നുമില്ല. ഇപ്പം കുറേ സമയം ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കണ്ടുപിടിച്ചിട്ട് പോവാം. അപ്പോൾ 1 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റൂം ചെക്ക് ഇൻ 2 മണിക്കാണ്. അപ്പോൾ 1 മണിക്കൂർ കൂടി സമയമുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ഒരു ലഞ്ച് നോക്കാൻ ഇറങ്ങിയതാണ്. ശരിക്കും ഇവിടെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു KFC ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് KFC നോക്കാം. ഇത് നേരെ പോകണം. നേരെ പോയിട്ട് അടുത്ത ഗല്ലിയിലാണ് KFC കാണിച്ചത്. ഇതുകൊണ്ട് ഇത് എഴുതിയത് സുസാനി ബാക്കു ടെക്സ്റ്റൈലാണ് കേട്ടോ. ഇത് നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ അധികം കാണാനൊന്നും ഉണ്ടാവില്ല. ഒക്കെ ഉള്ളിൽ തന്നെയാണ്. ഡോറിൻ്റെ ഉള്ളിൽ കൂടി കാണുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. പിന്നെ മുക്കിന് ഇതേമാതിരി മാർക്കറ്റ് ഉണ്ടാവും. മാർക്കറ്റിൽ എല്ലാ സാധനവും കിട്ടും. അപ്പോൾ KFC തന്നെ നമ്മൾ കുറേ നടന്നു കിട്ടും ഇങ്ങോട്ട്. പക്ഷേ എന്തായാലും ഈ ടൗണുകളൊക്കെ കണ്ട് ആസ്വദിച്ച് അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോകാമല്ലോ. അതുകൊണ്ട് അതൊരു വലിയ മടുപ്പ് തോന്നുന്നില്ല. പിന്നെ വലിയൊരു ചൂടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നടക്കുന്നതിന് പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ. KFCൻ്റെ ഫ്രണ്ടിലുള്ള KFCയിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. KFC എല്ലായിടത്തിലും ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ഫുഡ് ആയിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫുഡ് സ്വീറ്റ് ഓർഡർ ചെയ്യുന്നുണ്ട്. ബക്കറ്റ് ചിക്കൻ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ കോലയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച്. ഇതൊക്കെ കഴിച്ച് പോകുമ്പോഴേക്കും നമുക്ക് റൂം റെഡി ആവുന്നുണ്ടാവും.